section. Okay, students. So today we will discuss the details of transistor. Transistor details. ഈ ട്രാൻസിസ്റ്റർ നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് അറിയേണ്ട കാര്യം നമുക്ക് ഡയോഡിനെ കുറിച്ച് അറിയണം. ഡയോഡ്. So diode I will draw. This is the diode. So we will start with the diode section. Let me draw the diode. So diode is like this. So diode, ഇത് ഡയോഡിന്റെ പോസിറ്റീവ് എൻഡ്, ഇത് ഡയോഡിന്റെ നെഗറ്റീവ് എൻഡ്. എനിക്ക് ഈ ഡയോഡിന്റെ ഈ സെക്ഷനിൽ നിന്ന് എനിക്ക് ട്രാൻസിസ്റ്റർ ബിൽഡ് ചെയ്യണം. ട്രാൻസിസ്റ്റർ നിങ്ങൾക്കറിയാം, രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. രണ്ട് ട്രാൻസിസ്റ്റർ ആണ് അവൈലബിൾ ആയിട്ട്. സോ ഈ സെക്ഷൻ ആക്ച്വലി ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ആ ബേസിക്സ് നമ്മുടെ ഫർദർ ആയിട്ടുള്ള സിലബസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഐ നീഡ് ടു ബിൽഡ് എയ്തർ ആൻ NPN ട്രാൻസിസ്റ്റർ ഓർ എ PNP ട്രാൻസിസ്റ്റർ. ബട്ട് എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു ഡയോഡ് മാത്രമേ ഉള്ളൂ. ഐ ഹാവ് ഓൺലി വൺ ഡയോഡ്. സോ ഡയോഡ് ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഇത് ഡയോഡിന്റെ P, ഇത് ഡയോഡിന്റെ N. ഞാൻ ഈ ഡയോഡിനെ നേരെ തിരിച്ചു വെക്കുന്നു. അന്നേരം ഡയോഡ് നെഗറ്റീവ് ഇവിടെ വന്നു. സോ ആ ഡയോഡ് നെഗറ്റീവ് ഇവിടെ വന്നു, പോസിറ്റീവ് വന്നു. അന്നേരം രണ്ട് ഡയോഡ്സ്, ഡയോഡ് D1, ഡയോഡ് D2. ബട്ട് ഞാൻ കണക്ട് ചെയ്തേക്കുന്ന ബാക്ക് ടു ബാക്ക് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ തിരിച്ച് കണക്ട് ചെയ്തേക്കാണ്. ദറ്റ് ഈസ് കോൾഡ് ബാക്ക് ടു ബാക്ക് കണക്ഷൻ. ബാക്ക് ടു ബാക്ക് കണക്ഷനിലാണ് ഞാൻ ഡയോഡ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ എന്താണ് ആക്ച്വലി ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്? എന്ത് ലോജിക് ആണ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്? വാട്ട് ലോജിക് ഐ എം ക്രിയേറ്റഡ് ഹിയർ? ഞാൻ ഇവിടെ എന്ത് ലോജിക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? രണ്ട് ഡയോഡിനെ ഞാൻ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തേക്കാണ്. അന്നേരം എന്ത് ലോജിക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്? വാട്ട് ലോജിക് ഐ എം ഇംപ്ലിമെന്റിംഗ് ഹിയർ? എന്ത് ലോജിക്കാണ് ഞാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്? യെസ്, what logic I am implementing here? The P ഉണ്ട്, N ഉണ്ട്, രണ്ട് N കൂടെ ചേർത്ത് ഒരു N എന്ന് എഴുതാൻ പറ്റും എനിക്ക്, അല്ലെങ്കിൽ N region, P region. So if I am connecting two diodes back to back, I am creating a transistor, not a transistor, transistor logic. ട്രാൻസിസ്റ്ററിന്റെ ഒരു ലോജിക് പോലുള്ള ഒരു ഡിവൈസിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഐ എം ക്രിയേറ്റിംഗ് എ ട്രാൻസിസ്റ്റർ ലോജിക്. So that's the main idea. So you can create a transistor from a diode by connecting two diodes back to back. രണ്ട് ഡയോഡിനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ട്രാൻസിസ്റ്റർ പോലുള്ള ഒരു ഡിവൈസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ആസ് ഐ ടോൾഡ്, ഇറ്റ് ഈസ് ലൈക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് PNP ട്രാൻസിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉള്ള ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്റർ. NPN transistor. ഇതാണ് നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ. സോ യു ഗോട്ട് ദ ലോജിക് സ്റ്റുഡൻസ്? ഡിഡ് യു ഗെറ്റ് ദ ലോജിക്? ഹൗ ടു ബിൽഡ് എ ട്രാൻസിസ്റ്റർ ഫ്രം ടു ഡയോഡ്സ്? Yes? Yes, sir. Yes. Yes, sir. Okay. So we will move to the next section. നമുക്ക് ട്രാൻസിസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മൂന്ന്
terminals ഉണ്ടെന്ന് അറിയാം. ഒരു emitter terminal, base terminal and collector terminal. 3 terminals of a transistor. So 3 terminals ഉണ്ട്. ഈ ഓരോ ടെർമിനൽസിലുള്ള ഡോപ്പിംഗ് എന്താണ്, അല്ലെങ്കിൽ ഓരോ റീജിയനിലുള്ള ഡോപ്പിംഗ് എന്താണ്, ഓരോ റീജിയനിലുള്ള ഏരിയ എന്താണ്, അതിനെക്കുറിച്ചൊരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. What is the doping level of each terminal? What is the area of each terminal? So let me draw a transistor. ഞാൻ ഇച്ചിരി മാറ്റി വരയ്ക്കാം, കാരണം it will automatically detect and it will make it like a rectangle, so that I will draw like this. ട്രാൻസിസ്റ്റർ ആണെന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ദിസ് ഈസ് നമ്മൾ എല്ലാ പ്രാക്ടിക്കൽ കേസിലും നമ്മൾ NPN ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യുക. സോ നമുക്ക് 3 റീജിയൻസ് ആണുള്ളത്. ഒരു എമിറ്റർ, ഒരു ബേസ്, ഒരു കളക്ടർ. ദിസ് ഈസ് എമിറ്റർ ടെർമിനൽ, ദിസ് ഈസ് ബേസ് ടെർമിനൽ, ദിസ് ഈസ് കളക്ടർ ടെർമിനൽ. What is the function of emitter? What is the function of collector? Emitter and collector എന്ന് പറഞ്ഞാൽ it's from its word you need to understand that it is emitting majority carriers. It is emitting majority carriers. So what should be the function of collector? Collector will be collecting the majority carriers. അതാണ് എൻ്റെ മെയിൻ ഫംഗ്ഷൻ. So emitter is emitting the majority carriers, collector is just collecting the majority carriers. ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഞാൻ പറഞ്ഞു, ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് എമിറ്ററിന്റെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. സോ ഇതിങ്ങനെ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കളക്ടർ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിൽ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എമിറ്റിംഗ് ത്രൂ ഔട്ട്ലി ആൻഡ് കളക്ടർ ഈസ് കളക്ടിങ് ത്രൂ ഔട്ട്ലി. സോ ബേസ് ഈസ് ആക്ടിങ് ലൈക്ക് എ ഗേറ്റ്. ഒരു ഗേറ്റ് ആണ്. ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ എമിറ്ററിൽ നിന്ന് ഇങ്ങനെ പോണം, എമിറ്ററിൽ ഇങ്ങനെ പോണം, കളക്ടറിൽ കളക്ട് ചെയ്യണം. സോ ബേസ് ടെർമിനൽ ഈസ് ആക്ടിങ് ലൈക്ക് എ ഗേറ്റ്. ഒരു ഗേറ്റ് ആണ്. ഒരു ആവശ്യമുള്ളതിനെ മാത്രം അങ്ങോട്ട് കടത്തി വിടുക എന്നുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ ഇവിടുന്ന് എമിറ്ററിൽ നിന്ന് കളക്ടറിലോട്ട് മൂവ് ചെയ്യും. സോ ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു 100 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. ഈ 100 ഇലക്ട്രോൺസും കളക്ടറിൽ എത്തുവോ ഇല്ലയോ ഒന്ന് പറഞ്ഞേ. ഞാൻ 100 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. ഈ 100 ഇലക്ട്രോൺസ് കളക്ടറിൽ എത്തുവോ ഇല്ലയോ? യെസ് ഓർ നോ? ഐ എം ട്രാൻസ്മിറ്റിംഗ് 100 ഇലക്ട്രോൺസ് ഫ്രം ദ എമിറ്റർ സൈഡ്. ദിസ് 100 ഇലക്ട്രോൺസ് കളക്ടറിൽ എത്തുവോ ഇല്ലയോ? വൈ? എന്താ റീസൺ? എന്താ? എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോൺസ് ഫുള്ള് കളക്ടറിൽ എത്താത്തത്? വൈ ഇറ്റ് ഈസ് നോട്ട് റീച്ചിങ് കളക്ടർ? എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോൺസ് ഈസ് നോട്ട് കമ്മിങ് അറ്റ് ദ കളക്ടർ സൈഡ്? വൈ? വാട്ട്സ് ദ റീസൺ? എന്താ റീസൺ കൊണ്ടാണ് ഇലക്ട്രോൺസ് മൊത്തവും ഇലക്ട്രോൺസും കളക്ടറിൽ എത്താത്തത്? Can you tell me the reason? എന്തുകൊണ്ടാ എത്താത്തത്? യെസ്, എന്തുകൊണ്ടാ എത്താത്തത്? സാനിയോ? Sani is there? എന്തുകൊണ്ടാ ഈ ഇലക്ട്രോൺസ് ഞാൻ ഇവിടുന്ന് എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു, എന്തുകൊണ്ടാ കളക്ടറിൽ എത്താത്തത്? 100 എണ്ണം ഞാൻ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു, എമിറ്ററിൽ നിന്ന് 100 എണ്ണം ട്രാൻസ്മിറ്റ് ചെയ്തു. എനിക്കത് കളക്ടറിൽ എത്തണം, പക്ഷെ 100 എണ്ണം എത്തത്തില്ല. എന്താ റീസൺ? ഈ 100 എണ്ണം എത്തത്തില്ല. എന്താ? കേട്ടില്ല. അത് ഗ്രൗണ്ടിൽ പോകും.
ഞാനവിടെ ഗ്രൗണ്ട് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. ഈ മൊത്തം ഇലക്ട്രോൺസും കളക്റ്റിൽ എത്തില്ല. എന്തുകൊണ്ടാണ് കളക്റ്റിൽ എത്താത്തത്? അറിയാവുന്നവർക്ക് പറയാം. യു ക്യാൻ ഹാവ് യുവർ മൈനോറിറ്റി കാരിയേഴ്സ് ബേസിന്റെ വിഡ്ത് കുറവാണ്, കമ്പൈൻ ചെയ്യും. റീകമ്പൈൻ ചെയ്യും. സാനിയ മനസ്സിലാകേണ്ട, ഈ നടുക്കൂടെ പോകുന്ന ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞത് ഏത് കാരിയർ മെജോറിറ്റി കാരിയേഴ്സ് ഉള്ളതാ? ഹോൾസ്. അന്നേരം ഈ ഇലക്ട്രോൺസ് ഇതിലേക്കൂടെ വേണം പാസ് ചെയ്ത് കളക്ടറിൽ എത്താൻ. സോ ഹിയർ ഇറ്റ് ഈസ് ഹോൾസ്. സോ റീകോമ്പിനേഷൻ വിൽ ഹാപ്പൻ. സോ 100 ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു 70-80 റേഞ്ചിലുള്ള ഇലക്ട്രോൺസ് എത്തുള്ളൂ അസ്യൂം ചെയ്യുക. സോ ഈ ബാക്കി എവിടെ പോകുന്നത്? അത് ഹോൾസ് ആയ മെജോറിറ്റി കാരിയേഴ്സ് പി റീജിയനിൽ റീകോമ്പിനേഷൻ നടക്കും. കുറച്ച് റീകോമ്പൈൻ ചെയ്യും, അതിന് മൊത്തം ഇലക്ട്രോൺസ് ഇങ്ങനെ എത്തത്തില്ല. സോ ഈ ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ കറന്റ് ഇക്വേഷൻ എഴുതുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ടോട്ടൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു, അത് എമിറ്റർ കറണ്ട്. അത് കുറച്ച് ബേസിൽ ലോസ് ആകും, ബാക്കി കുറച്ച് കളക്ടറിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ കറന്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നത്. We will write the transistor current equation like this. Emitter is emitting electrons. Some will recombine with the holes. So some current will or electro carriers will be lost at the base and some will reach at the collector. So we can state that IE equal IB plus IC. This is called transistor current equation. So you got the logic of transistor current equation? Yes? Yes, sir. Yes, sir. Yes. So next scenario. ഞാൻ പറഞ്ഞത് ഡോപ്പിങ്ങിനെ കുറിച്ചും ഏരിയയെ കുറിച്ചുമാണ്. ഒരു ട്രാൻസിസ്റ്റർ ഞാൻ ഇങ്ങനെ വരച്ചു. അതിന് 3 ടെർമിനൽസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഇതാണ് ഈ ടെർമിനൽസിനെ എമിറ്റർ എന്ന് പറഞ്ഞു, ബേസ് എന്ന് പറഞ്ഞു, കളക്ടർ എന്ന് പറഞ്ഞു. എവിടെയായിരിക്കും നമ്മുടെ ഡോപ്പിങ്ങിനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഡോപ്പിംഗ് ഹൈ എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് എവിടെയാണ് വേണ്ടത്? എമിറ്ററിൽ. അന്നേരം ഇവിടെ ഹൈ ആയിരിക്കണം. ഡോപ്പിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ഹൈ ആയിരിക്കണം. ഏറ്റവും കുറവ് എവിടെ ആയിരിക്കണം? ഏറ്റവും ഡോപ്പിംഗ് കുറവ് എവിടെ ആയിരിക്കണം? ലോ. അന്നേരം ഓട്ടോമാറ്റിക്കലി ഇവിടെ മീഡിയം ആയിരിക്കും, മോഡറേറ്റ്ലി അല്ലെങ്കിൽ മീഡിയം. ഓർത്തിരിക്കേണ്ടത് നമ്മുടെ എമിറ്ററിൽ തരുന്ന കാര്യങ്ങൾ മൊത്തം കളക്ടറിൽ എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ഇവിടുത്തെ ഡോപ്പിംഗ് വളരെ കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ എമിറ്ററിൽ എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി കാരിയേഴ്സ് കളക്ടറിൽ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഡോപ്പിങ്ങിനെ കുറിച്ച് പറയുന്നത്. സോ ഡോപ്പിംഗ് മീൻസ് ഡോപ്പിങ്ങിന്റെ ക്രൈറ്റീരിയ ഇങ്ങനെയാണ്. So this is the doping concept. ഡോപ്പിംഗ് ഏറ്റവും കൂടുതൽ എമിറ്ററിലായിരിക്കണം, ഏറ്റവും കുറവ് ബേസിലായിരിക്കണം, മോഡറേറ്റ് ആയിരിക്കണം കളക്ടറിൽ. നെക്സ്റ്റ്, what about the area? Next we need to discuss the area. ഒരു ട്രാൻസിസ്റ്റർ, അതിന് 3 ടെർമിനൽസ് ഉണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ ഏരിയ ഏതിനായിരിക്കണം? ഏറ്റവും കളക്ടർ. എന്തുകൊണ്ടാ കളക്ടറിന് ഏറ്റവും കൂടുതൽ ഏരിയ? അതേണ്ടേ, കളക്ടറിന് ഏറ്റവും കൂടുതൽ ഏരിയ എന്തുകൊണ്ടാ? കളക്ടറിന് ഏറ്റവും കൂടുതൽ ഏരിയ കളക്ടറിന് ഏറ്റവും കൂടുതൽ ഏരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഹീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഹീറ്റ് വേണ്ടേ, നിങ്ങൾ ഒരു ഇത്രയും ചെറിയ സ്പൂൺ എടുത്തു, ഇതൊരു ചെറിയ സ്പൂൺ ആണെന്ന് വെച്ചോ, ഇവിടെ കുറച്ച് ഹീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾ വലിയൊരു സ്പൂൺ എടുത്തു, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് നിങ്ങൾ ഇവിടെ കൊടുത്തു. ഇതിനെ മുകളിൽ കൈ വെക്കണം, ഇവിടെ ഈ പോയിന്റ് കൈ വെക്കണം. നിങ്ങൾക്ക് ചൂട് പെട്ടെന്ന് കിട്ടുന്നത് എവിടെ ആയിരിക്കും? ആദ്യത്തെ കേസിലാണോ രണ്ടാമത്തെ കേസിലാണോ ചൂട് പെട്ടെന്ന് കിട്ടുന്നത്?
ചൂട് പെട്ടെന്ന് കിട്ടുന്നത് എവിടെ ആയിരിക്കും? ഫസ്റ്റ് കേസ്. അതെന്തുകൊണ്ടാ? സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് രണ്ടിടത്തും കൊടുക്കുന്നത്, പക്ഷെ നമ്മൾ ഡിഫറൻസ് ചെയ്തത് ഏരിയ ഡിഫറെന്റ് ചെയ്തു. രണ്ട് ഡിഫറെന്റ് ഏരിയ. സോ ഏരിയ കൂടുന്നതനുസരിച്ചിട്ട് അത് മൊത്തം ചൂടായി വരാനുള്ള സമയം കൂടും. സോ സെയിം കൺസെപ്റ്റ്. ഹീറ്റ് ഡിസിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയും ഹീറ്റ് ഡിസിപ്പേഷൻ പെട്ടെന്ന് ചൂടാവാതിരിക്കാൻ വേണ്ടിയുമാണ് കളക്ടറിന്റെ ഏരിയ നമ്മൾ കൂട്ടുന്നത്. ബേസിന്റെ ഏരിയ എന്തായിരിക്കണം? ബേസിന്റെ ഏരിയ എന്തായിരിക്കണം? അന്നേരം ഏരിയ വെച്ച് നമ്മൾ പറയുമ്പോൾ കളക്ടറിൽ ഹൈ ആയിരിക്കണം, കളക്ടറിൽ ഏരിയ വളരെ കൂടുതലായിരിക്കണം, ബേസിൽ വളരെ ലോ ആയിരിക്കണം, മോഡറേറ്റ് ആയിരിക്കണം എമിറ്ററിന്റെ ഏരിയ. ബേസിന്റെ ഏരിയ കൂടി കഴിഞ്ഞാൽ എന്നാ പറ്റും? ബേസിന്റെ ഏരിയ കൂടിയെന്ന് വെച്ചോ എന്നാ പറ്റും? വാട്ട് വിൽ ഹാപ്പൻ? എമിറ്ററിൽ എമിറ്റ് ചെയ്യുന്നതെല്ലാം കളക്ടറിൽ വരുമോ? കമ്പൈൻ ചെയ്ത് നഷ്ടപ്പെട്ടു പോകും. സോ ദിസ് ഈസ് ദ ടു തിങ്സ്. ഏരിയയെ കുറിച്ചും ഡോപ്പിങ്ങിനെ കുറിച്ചും നല്ലതായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. യു ഹാവ് ടു ഗെറ്റ് എ better idea regarding what is the doping level and area. I think you got the idea. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിരുന്നു, ട്രാൻസിസ്റ്റർ കറണ്ട് ഇക്വേഷൻ IE equal IB plus IC. Clear ആയോ? Is this 2 point clear to you? Yes, sir. Yes. Okay. Area, doping and transistor current equation. Next. ഇനി ഇതെല്ലാം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ബേസിക്സിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിരിക്കത്തുള്ളൂ. നെക്സ്റ്റ് സിമ്പിൾ. ഇതെല്ലാം വളരെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ദാറ്റ്സ് വൈ ഐ ആം ടേക്കിംഗ് ടൈം ടു ഡിസ്കസ് ദിസ് വിത്ത് എൻ വെരി വെരി സിമ്പിൾ മാനർ. ഈ കൺഫ്യൂസിംഗ് മാനറിസം ഉണ്ടെങ്കിൽ യു കോണ്ട് ഗെറ്റ് പ്രോപ്പർ ഫാക്ട്സ്. ഫാക്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ യു വിൽ ഹാവ് വെരി ഡിഫിക്കൽട്ടി. ഓക്കെ, രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. സോ വി നീഡ് ടു ഡിസ്കസ് what is the symbol of NPN, what is the symbol of PNP. ഇതൊക്കെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. NPN and PNP. ഓക്കെ, NPN ട്രാൻസിസ്റ്റർ. ഇതാണ് ഞാനൊരു രണ്ട് ട്രാൻസിസ്റ്റർ ഇങ്ങനെ വരച്ചു. ട്രാൻസിസ്റ്റർ സിമ്പിൾ ആണ്. ഇവിടെ ഞാൻ ട്രാൻസിസ്റ്റർ വരച്ചു. Transistor symbol I am drawing over here. This emitter, this base, collector. This emitter, this base, this collector. This NPN transistor ആകുമ്പോൾ ഈ ആരോ മാർക്ക് നമ്മൾ ഇടും. ഈ ആരോ മാർക്ക് എവിടെ ഇടുന്നത്? ഏത് ടെർമിനലാണ് നമ്മൾ ആരോ മാർക്ക് ഇടുന്നത്? Emitter. എമിറ്റർ. സോ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ആരോ ഇടേണ്ടത് എമിറ്റർ ടെർമിനലാണ്. എമിറ്ററിലാണ് നമ്മൾ ആരോ ഇടുന്നത്. NPN ആണെങ്കിൽ ആരോ എങ്ങോട്ട് പോകും? Outwards. Yes. Outwards. PNP ആണെങ്കിൽ inwards. ആരാ അത് പറഞ്ഞേ? ഇൻവേർട്സ് ഔട്ട്വേർഡ്സ് ആരാ പറഞ്ഞേ? അഞ്ജു എന്തുകൊണ്ടാ ഇത് ഇൻവേർട്സ് ഔട്ട്വേർഡ്സ് എന്ന് പറയാൻ കാരണം? ഒന്ന് പറയാമോ? എന്റെ ലോജിക് ഒന്ന് പറയാമോ? പണ്ട് പഠിച്ച വെച്ച ഒരു ഓർമ്മയ്ക്ക് അത് അങ്ങനെ പഠിക്കരുത്, അങ്ങനെ ഒരു കാരണവശാലും പഠിക്കരുത്. ഗെറ്റ് ദ ഐഡിയ, വാട്ട് ഈസ് ദ ലോജിക്. ഇത് നിങ്ങൾ പറഞ്ഞു ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, കറന്റ് ഡയറക്ഷൻ ഈസ് ഓൾവേസ് ഫ്രം P to N. Current direction is always from P to N. Current direction. So the arrow mark indicates current direction. It is always from P side to N side. ഇത് P ആണെങ്കിൽ current direction എങ്ങോട്ടേ പോകത്തുള്ളൂ? P to N. അതുകൊണ്ടാണ് outward. ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് PNP ആണ്. PNP means P ഇവിടെ, N ഇവിടെ. അങ്ങനെയാണെങ്കിൽ current direction എപ്പോഴും P to N. That's why from P side to N side. ഇവിടെ from P side to N side. That's why the arrow direction is outward. ഇവിടെ PNP അകത്തോട്ട് വരാൻ കാരണം ഈ current direction is always from P to N. From P to N. That's why the current direction is like this. Is this clear to you?
Yes, sir. Yes, sir. യെസ്. സോ ഡോണ്ട് ബൈ ഹാർട്ട് തിങ്സ്. നമ്മൾ ഇലക്ട്രോണിക്സ് ആണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതൊരു ലെവലിൽ ആദ്യത്തെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ബൈ ഹാർട്ട് ചെയ്യരുത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്. നമ്മൾ പഠിച്ച് കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ യു ക്യാൻ സം അതിന് നമുക്ക് ബേസിക് ഉണ്ട്, ബേസ് ഉണ്ട്. അതായത് നമുക്ക് വി ക്യാൻ ഈസിലി ബൈ ഹാർട്ട് ദ തിങ് ദാറ്റ് വി ആർ കമ്മിങ് ടു അനദർ ലെവൽ. ബട്ട് ബേസ് മുതലേ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ യു കോണ്ട് ഗെറ്റ് എനിത്തിങ്, യു കോണ്ട് അണ്ടർസ്റ്റാൻഡ് എനി ഫാക്ട്. I think this is clear to you. Yes? Yes or no? Yes, sir. Yes, okay. Yes, sir. So we will discuss the next thing, that is called biasing. Biasing in a transistor. ബയസിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു സിമ്പിൾ ഒരു ട്രാൻസിസ്റ്റർ, ഒരു NPN ട്രാൻസിസ്റ്റർ ആണ് കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങൾക്കും ലാബിലൊക്കെ എല്ലാം യൂസ് ചെയ്യുന്നത് NPN ആണ്. പ്രാക്ടിക്കലി NPN ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ ഇങ്ങനെ വരച്ചു. ഇത് ഒരു എമിറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക, ഇത് കളക്ടർ ആണെന്ന് അസ്യൂം ചെയ്യുക, ഇത് ബേസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഒരു ട്രാൻസിസ്റ്ററിൽ എത്ര ജംഗ്ഷൻ ഉണ്ട്? ഹൗ മെനി ജംഗ്ഷൻസ് യു ക്യാൻ സീ ഇൻ എ ട്രാൻസിസ്റ്റർ? ഹൗ മെനി ജംഗ്ഷൻസ് ആർ ദേർ ഇൻ എ ട്രാൻസിസ്റ്റർ? ഒരു ട്രാൻസിസ്റ്റർ എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 junction. 2 ജംഗ്ഷൻ. രണ്ട് ജംഗ്ഷൻ. അതിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ ഇത് പി എ അല്ലെങ്കിൽ ഇത് എൻ, ഇത് പി എ എൻ. എത്ര ജംഗ്ഷൻ വന്നു? ഇവിടെ ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷൻ, 2 ജംഗ്ഷൻ ഉണ്ട്. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ 2 ജംഗ്ഷൻ ഉണ്ട്. ഇതൊരു ജംഗ്ഷൻ, ഇത് അടുത്ത ജംഗ്ഷൻ. ശരിയാണോ ഞാൻ പറഞ്ഞു? ദിസ് ഈസ് ജംഗ്ഷൻ 1, ദിസ് ഈസ് ജംഗ്ഷൻ 2. ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ദിസ് ജംഗ്ഷൻ 1 ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ് ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ് ജംഗ്ഷൻ. That's why we can say that there are 2 junctions in a transistor. First junction is between emitter and base. Second junction is between collector and base. So നമുക്ക് 2 junction കിട്ടി. So biasing means giving proper voltage. Voltage proper ആയിട്ട് ജംഗ്ഷനിൽ കൊടുക്കുക. Giving proper voltage to the junction, that is called biasing. Biasing means giving proper voltage to the junction. There are 2 junctions over there. ഈ ഡിഫറെന്റ് ജംഗ്ഷൻസിലേക്ക്, ഈ 2 ഡിഫറെന്റ് ജംഗ്ഷൻസിലേക്ക് ഡിഫറെന്റ് വോൾട്ടേജ് എനിക്ക് കൊടുക്കാം. അതിനെയാണ് ബയസിംഗ് എന്ന് പറഞ്ഞത്. പ്രോപ്പർ ബയസിംഗ് എന്ന് പറഞ്ഞത്. ബയസിംഗ് മീൻസ് ഗിവിംഗ് പ്രോപ്പർ വോൾട്ടേജ് സോഴ്സ്, giving proper voltage parameters to the junction. Then I will explain with this and tabular code. So I told that there are 2 junctions, emitter base junction and collector base junction. Then there is, we'll call it as what? The region of operation and application. വളരെ ഇമ്പോർട്ടൻ്റ്. ട്രാൻസിസ്റ്ററിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടേബിൾ. ദിസ് ടേബിൾ യു ഹാവ് ടു ബൈ ഹാർട്ട്. നോട്ട് ബൈ ഹാർട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഐ എം ജസ്റ്റ് റിഫ്രഷിങ്. ഇത് രണ്ടും എമിറ്റർ ബേസിലും ഞാൻ ഫോർവേഡ് ബയസിംഗ് കൊടുക്കുകയാണ്, കളക്ടർ ബേസിലും ഫോർവേഡ് ബയസിംഗ് കൊടുക്കുകയാണ്. ഇത് ഏത് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്? ദിസ് ഈസ് വാട്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ? ടെൽ മീ. Saturation. Yes, if both junctions are forward biased, this region, ഏത് റീജിയനിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്? Which region it is working? In which region it is? Saturation mode. Yes, we will call it as what? Saturation. I will discuss in later slide the saturation region എവിടെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും? രണ്ടും ഫോർവേഡ് ബയസ് ജംഗ്ഷൻ ആണെങ്കിൽ, ഫോർവേഡ് ബയസിംഗ് ആണെങ്കിൽ, this is giving which type of application? Switch. Yes, to be specific, this is called on switch. On ആയിട്ട് ഇരിക്കുന്ന ഒരു സ്വിച്ച് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. Then next combination, both are reverse biasing. രണ്ടും റിവേഴ്സ് ബയസിംഗിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് വർക്കിംഗ് ഇൻ കട്ട് ഓഫ് റീജിയൻ. Then this becomes what? Off switch. Application is off switch. Then അടുത്ത combination, if emitter base junction is forward biased and collector base junction is reverse biased, this is working in active region.
What is the application called? What is application? Amplifier. Amplifier. Next, reverse. Emitter based reverse biasing, collector based forward biasing. This is working in which we will call it as what? Inverse active. Inverse active region. And this is called attenuator. Amplifier എന്ന് പറഞ്ഞാൽ amplitude കൂട്ടുക എന്നുള്ളതാണ്. So attenuator means reducing the amplitude. These are the 4 different applications of transistor. Either it can act like an on switch, either it can act like an off switch, either it can like an amplifier or an attenuator based upon the biasing. Different biasing I am giving. It can be both forward biased or both reverse biased or forward biased, reverse biased or reverse biased, forward biased. So by arranging the different biasing, I can create different applications. These are the different applications of transistor. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, റൈറ്റ്? ശരിയാണോ? Yes, sir. യെസ്. ഇനി നെക്സ്റ്റ് ഈസ്, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഡിഫറെന്റ് കോൺഫിഗറേഷൻസ്. What are the different configurations of transistor? ഏതൊക്കെ കോൺഫിഗറേഷൻ നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് വൺ, what are the different combinations? Configuration. CB configuration. CB means common base. Then ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അല്ലെങ്കിൽ എനിക്ക് 2 കാര്യങ്ങൾ പറയാം. ഇത് ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. ബേസ് ഗ്രൗണ്ട് ചെയ്തിരിക്കും. ഇഫ് ദ ബേസ് ഈസ് ഗ്രൗണ്ടഡ്, ദിസ് കോൺഫിഗറേഷൻ ഈസ് കോൾഡ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. കോമൺ ബേസ് or base is common to input and output. അല്ലേ? See, you can check this diagram. Base terminal is common to input and output side, or I will say that base is grounded. So this is emitter terminal. I will do another ink. This is emitter, this is base, and this is collector. Emitter is, base is grounded, and here I am using an NPN transistor. NPN transistor I am using. Next, ഇതെല്ലാം നമ്മൾ ആംപ്ലിഫയർ മോഡിലാണ് കണക്ട് ചെയ്യുന്നത്. പ്ലീസ് റിമെമ്പർ ദാറ്റ് ഐ എം കണക്ടിങ് ഓൾ ദിസ് ഇൻ ആംപ്ലിഫയർ മോഡ്. ആംപ്ലിഫയർ മോഡിലാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആംപ്ലിഫയർ മോഡിലാണെങ്കിൽ ഇവിടെ എന്ത് ബയസിങ് കണക്ട് ചെയ്യണം? ഇവിടെ എന്ത് ബയസിങ് കണക്ട് ചെയ്യണം? 2 ബയസിങ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്ത് ബയസിങ് കണക്ട് ചെയ്യണം? ആംപ്ലിഫയർ മോഡിലാണെങ്കിൽ ഇൻപുട്ട് ഫോർവേഡ് ബയസ് ചെയ്യണം, ഔട്ട്പുട്ട് റിവേഴ്സ് ബയസിങ് ചെയ്യണം. ഇത് ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ ഇത് എൻ റീജിയൻ ആണ്, ഇത് എൻ റീജിയൻ ആണ്. ഇതിനെ നമുക്ക് റിവേഴ്സ് ബയസിങ് ചെയ്യണം. സോ ഹൗ വിൽ യു കണക്ട് ഹിയർ? ലൈക്ക് ദിസ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ അങ്ങനെ കണക്ട് ചെയ്യും. ഇവിടെ എന്നിന്റെ അവിടെ പി കണക്ട് ചെയ്യണം. ദിസ് ഈസ് എൻ ടെർമിനൽ, അവിടെ പി. സോ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഈ വോൾട്ടേജിന് ഒരു പേര് പറയും. ആ വോൾട്ടേജിന് പറയുന്ന പേര് വി, വോൾട്ടേജ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ്, ദാറ്റ് ഈസ് VBE. ഇവിടെ ഒരു പേര് പറയും. ഈ വോൾട്ടേജ്, ദിസ് ഈസ് ദ വോൾട്ടേജ് ദാറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്, VCB. ഇനി നെക്സ്റ്റ് വൺ മോർ പാരാമീറ്റർ. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, അത് എമിറ്റർ കറണ്ട്. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, അത് കളക്ടർ കറണ്ട്. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, എമിറ്റർ കറണ്ട്. ഇനി ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം, എന്താണ് ഈ ഡയറക്ഷൻ. ഇത് NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ദ കറണ്ട് ഡയറക്ഷൻ ഈസ് ലൈക്ക് ദിസ്. സോ ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദ കറണ്ട് ഡയറക്ഷൻ ഓഫ് IC, വാട്ട് ഈസ് ദ കറണ്ട് ഡയറക്ഷൻ ഓഫ് IB? IC എങ്ങോട്ട് പോകണം, IB എങ്ങോട്ട് പോകണം? ടുവേർഡ്സ് ബേസ് ആണോ അതോ എവേ ഫ്രം ബേസ് ആണോ? IB. Should the IB flow towards base or away from the base? IB direction towards the base ആണോ അതോ away from the base ആണോ? What's your opinion? Away. Yes. Remember this Away. equation. IE equal IB plus IC. I need to get the sum of IB and IC, then only I will get IE.
if it is moving away, can you get the equation? ഇങ്ങനെ ടുവേർഡ്സ് ദ ജംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ ഇവിടെ ഈ രണ്ട് കറണ്ടും കൂടെ വരുന്നുണ്ട്. യു ക്യാൻ ചെക്ക്. ഐ സിയും വന്നു, ഐ ബിയും വന്നു, ഈ ജംഗ്ഷനിൽ ഒരുമിച്ചു. ഐ ബി is coming towards junction, IC is coming towards junction. Both will combine at this junction. Hence, I will get IE. Is this logic clear to you? How to draw the current direction in a transistor? IE equal IB plus IC. IB വന്നു, പോയിന്റിൽ വന്നു, IC again coming to this point. So ICയും IBയും കൂടെ രണ്ടും കൂടെ ചേരുന്നത് I will get IE. Is this logic clear to you? Yes or no? Clear ആയോ? Yes, sir. Yes. Then one quantity I will explain over here. Can you tell me what is the current gain? Current gain is alpha. Current gain of common base is alpha. Alpha we will call it as what? Current gain. What is current gain? Current gain is output current divided by input current. What is output current? This circuit output current eda. What is output current? IC. What is the input current? IE. IB. IB. Check. What is the input current? II. I. E. IE. So IC by IE. A diagram നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Don't need to by heart. Just ഈ diagram ഓർത്തിരുന്നാൽ മനസ്സിലാവും. ഔട്ട്പുട്ടിൽ കറണ്ട് IC ആണ്, ഇൻപുട്ടിൽ IE ആണ്. So current gain is output current divided by input current. So alpha is IC by IE. Then always remember, alpha value is almost equal to unity. Almost equal to unity. So you can note one very much important fact that IC will be always equal to IE. This is very much useful in our numerical calculations. This fact. IC is almost, other fact വന്നതിന് കാരണം തന്നെ ആൽഫയുടെ വാല്യൂ യൂണിറ്റി ആണ്. That's why we will get IC by IE. Is this clear to you? Yes, sir. Yes. Okay, so we will stop the section over here. I will